രാജ്യം വിധി എഴുതുകയാണ്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും ശക്തമായ പോളിംഗ് തന്നെയാണ് നടക്കുന്നത് എന്നാണ് വിവരം ലഭിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കേരളത്തിൻ്റെ വിവരങ്ങളെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ബംഗാളിലാവട്ടെ, ഗുജറാത്ത് ആവട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ന് പോളിംഗ് നടക്കുന്ന മറ്റിടങ്ങളിലും ശക്തമായ പോളിംഗ് തന്നെയാണ് രേഖപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നു. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഏതായാലും 6 മണിയോടുകൂടി തന്നെ പോളിംഗ് തീരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ യാതൊരു ഉറപ്പുമില്ല. കാറ്റും മഴയും കാരണം കാസർകോട്ടെ ഒരു മണ്ഡലത്തിലെ പോളിംഗ് ആണ് ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുള്ളത്. അത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വൈകുന്നേരത്തും വലിയ നീണ്ട ക്യൂ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മലബാർ മേഖലയിൽ കാണാം, കൊച്ചിയിൽ കാണാം, തിരുവനന്തപുരത്ത് കാണാം, തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ കാണാം. വലിയ നീണ്ട ക്യൂ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ ക്യൂ നിൽക്കുന്ന അവസ്ഥ, ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ട അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ 6 മണിക്ക് അവിടെ ആ സമയത്ത് 6 മണിക്ക് അവിടെ എത്തിയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചിലപ്പോൾ 6 മണി വരെയോ 7 മണി വരെയോ ഈ വോട്ടിംഗ് പ്രക്രിയ നീണ്ടേക്കാം. കൃത്യമായ ശതമാനക്കണക്ക് അറിയാൻ വൈകുകയും ചെയ്തു. ഏതായാലും മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് 74.2 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ശരാശരി പോളിംഗ്. പക്ഷേ ഇപ്രാവശ്യം അതും കവിയും, അതെന്തായാലും കവിയുമെന്ന് ഉറപ്പിക്കാം എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ശതമാനം 77.8 കേരളത്തിലെ മൊത്തം. അതിന് മുകളിലേക്ക് പോകുമോ എന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശതമാനത്തിനേക്കാൾ കൂടുതൽ ശതമാനം പേർ ഇപ്രാവശ്യം വോട്ട് ചെയ്യും എന്നുറപ്പാണ്. സുവി ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. സുവി ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? അവിടെയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ 7 മുതൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണ് 1258 പോളിംഗ് സ്റ്റേഷനുകളിലും നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ഒരല്പം ശമനമുണ്ടായി എങ്കിലും അത്രത്തോളം നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വോട്ടർമാരുടെ വലിയ ഒരു നിര തന്നെയാണ് ഇപ്പോഴും പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ സാധിക്കുന്നത്. അതിനനുസരിച്ച് ക്രമാനുഗതമായ രീതിയിൽ തന്നെ അതിനനുസരിച്ച് പോളിംഗ് പെർസെൻറ്റേജും ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള പുതുക്കാട് മണ്ഡലത്തിലാണ്. ഏറ്റവും കുറവ് പോളിംഗ്, താരതമ്യേന കുറവ് പോളിംഗ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാട്ടികയിലാണ്. നാട്ടികയിൽ നമുക്കറിയാം ടി എൻ പ്രതാപന് ഏറ്റവും അധികം സ്വാധീനമുള്ള മേഖലയിലാണ്. ഒപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലും ഗുരുവായൂർ മണ്ഡലത്തിലും ഉയർന്നു നിൽക്കുന്ന പോളിംഗ് പെർസെൻറ്റേജുകൾ BJP അനുകൂലമായി തന്നെയാണ് കാണുന്നത്. ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെ മുതൽ തന്നെ സ്ത്രീകളുടെ വലിയ ഒരു പങ്കാളിത്തമാണ്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സ്ത്രീകളുടെ നീണ്ട ക്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. ഉച്ച സമയത്ത് പോലും ഇത്തരത്തിലായിരുന്നു ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത്. സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ സ്ത്രീകളുടെ പങ്കാളിത്തം ഏറെ ഉണ്ടായിരുന്ന ഒരു സമയമായി കൂടെ ഉണ്ടായിരുന്നു എന്നുകൂടെ നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടി വരും. സുവി ഇപ്പോൾ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ്. അത് തൃശ്ശൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഒരുവിധം എല്ലാ മണ്ഡലങ്ങളിലും തന്നെ നമ്മൾ നേരത്തെ പരിശോധിച്ചപ്പോഴും നമ്മുടെ പ്രതിനിധികൾ അവിടെ ചെന്നപ്പോഴും സ്ത്രീകളുടെ ഒരു സാന്നിധ്യം വളരെയധികമുണ്ട്. യുവാക്കളുടെ ഒരു സാന്നിധ്യം വളരെയധികമുണ്ട്. പല മണ്ഡലങ്ങളിലും 80,000 തൊട്ട് 1 ലക്ഷം വരെ യുവ വോട്ടർമാർ ഉള്ള സ്ഥിതിക്ക്, പുതിയ വോട്ടർമാർ ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായും യുവാക്കളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം, അവർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് എങ്ങോട്ടാണ് ചായുക എന്നുള്ളത് വളരെ നിർണായകമാണ്. ഏതായാലും പോളിംഗ് ശതമാനം ഉയരുക എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടുള്ളതുപോലെ അതൊരു സ്വിങ്ങിന്റെ ലക്ഷണം കൂടിയാണ്. ആ സ്വിങ് അല്ലെങ്കിൽ അതൊരു വേവ്, ഒരു തരംഗമാണ്. ആ തരംഗം ആർക്ക് അനുകൂലം ആർക്ക് പ്രതികൂലം എന്ന് പ്രവചിക്കുക വയ്യ. പക്ഷേ ജനം തീരുമാനിച്ചുറച്ച് വന്നിട്ടുണ്ട് എന്നർത്ഥം. മറ്റത് ആര് ഭരിച്ചാലും നമുക്കൊന്നുമില്ല, ആര് മാറിയാലും ഒന്നുമില്ല എന്ന നിസ്സംഗ ഭാവമല്ല. അവർക്ക് ചിലത് പറയാനുണ്ട്, ചിലത് തെളിയിക്കാനുണ്ട് എന്ന് ജനം തീരുമാനിക്കുന്നതിൻ്റെ അർത്ഥം കൂടിയാണ് പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കൂടുക എന്നുള്ളത്. എന്താണ് ജനത്തിന്റെ തീരുമാനം എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അത്തരത്തിലൊരു സ്വിങ് നടക്കുന്നു എന്ന് ഈ മണിക്കൂറുകളിലെ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അനുമാനിക്കാവുന്നതാണ്. കോഴിക്കോട് 68%. കോഴിക്കോട് 68% എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ ഷാഹി സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ മണിക്കൂറിൽ കോഴിക്കോട് കുറവായിരുന്നു. അതിന് കാരണമുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ പല ബൂത്തുകളിലും തെരഞ്ഞെടുപ്പിൻ്റെ ഈ സാമഗ്രികളുടെ പ്രശ്നമുണ്ടായിരുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി ഇപ്രാവശ്യം 5 മിനിറ്റ് തൊട്ട് 7 മിനിറ്റ് വരെയാണ് ഒരു വോട്ടിന് എടുക്കുന്നത്. ഈ VVPAT പുതിയ സമ്പ്രദായം കൂടി വെച്ചിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 3 മിനിറ്റ് തൊട്ട് 4 മിനിറ്റ് വരെയായിരുന്നു ഒരാൾക്ക് വോട്ട് ചെയ്യാൻ എടുത്തിരുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം അത്തരത്തിൽ കൂടി കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. അത് വ്യക്തമായും ഒരു 2 മിനിറ്റോളം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരാൾക്ക് വോട്ട് ചെയ്ത് VVPAT രസീത് വന്ന് പുറത്തിറങ്ങാനുള്ള പ്രോസസ്സിന് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കാം ഇപ്പോഴും നീണ്ട ക്യൂകൾ തുടരുന്നതും ആ ക്യൂ 6 മണിക്ക് ശേഷം ഉണ്ടാകും എന്ന് കരുതുന്നതും. വോട്ടിംഗ് ശതമാനം അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുന്നതും. വടകരയിലേക്ക് വന്നാൽ 69%. ശക്തമായ പോളിംഗ് നടക്കുന്ന വടകരയിൽ, ശക്തമായ പോരാട്ടം നടന്ന വടകരയിൽ 69% എന്ന് പറയുന്നത് ആ പോരാട്ടത്തിന്റെ പ്രകടനം കൂടുതലാണ് കാണിക്കുന്നത്. വയനാട് 73%. അത് അതിശയിപ്പിക്കുന്നതാണ്. വയനാട്ടിലെ 73% എന്ന് പറയുന്നത് ലീഗ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്, അല്പം മുമ്പ് പ്രതികരിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ
ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ആയിരിക്കും കിട്ടുക, അത് വയനാട്ടിലായിരിക്കും. അത് ലീഗിന്റെ അഭിമാന പോരാട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ശക്തമായ പോളിംഗ് അതൊരു തരംഗത്തിന്റെ സൂചന തന്നെയാണ്. അത് രാഹുൽ തരംഗമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയുക വയ്യ. എന്തിനാ തന്നെയും അതൊരു തരംഗത്തിന്റെ സൂചന തന്നെയാണ് വയനാട്ടിൽ 73 കാണിക്കുന്നത്. കണ്ണൂർ രാവിലെ തൊട്ടേ അതിശക്തമായ പോളിംഗ് കാണിച്ചിരുന്ന സ്ഥലമാണ്. വടകരയേക്കാൾ കൂടുതൽ കണ്ണൂരാണ് പോളിംഗ് പെർസെന്റേജ് കാണിച്ചിരുന്നത്. ശക്തമായ പോരാട്ടം നടക്കുന്നത്, കണ്ണൂരിനേക്കാളും ശക്തമായ പോരാട്ടം, പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നത് വടകരയിലാണ് എന്നായിരുന്നു 40 ദിവസത്തെ പ്രചാരണത്തിലും ചർച്ചകളിലും നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ കണ്ണൂരിനൊത്ത പോളിംഗ് വടകരയിൽ രേഖപ്പെടുത്തുന്നില്ല. ഈ ഘട്ടത്തിൽ വരും മണിക്കൂറുകളിൽ അത് മാറുമോ എന്ന് കണ്ടറിയാം. കാസർഗോഡ് 71%, ശക്തമായ പോരാട്ടം തന്നെയാണ് കാസർഗോഡ് നടക്കുന്നത്. അവിടെയും അതിനനുസരിച്ചുള്ള ഈ പാറ്റേണൊക്കെ സ്വാഭാവികമായും രാവിലെ തൊട്ട് ഒരേപോലെ കീപ്പ് ചെയ്തു പോകുന്നു. അതൊരു ആ മൊമെന്റം അതുപോലെ തന്നെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ആൾക്കാർ ആകെ ഉച്ചയ്ക്ക് 1 മണിക്കൂർ മാത്രമാണ്, അല്ലെങ്കിൽ 1-1.5 മണിക്കൂർ മാത്രമാണ് ഈ ഒരു മൊമെന്റത്തിന്, ഈ ഒരു സ്പീഡിന് ഒരു ചെറിയ ബ്രേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഒരു വോട്ട് ചെയ്യാൻ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ 1-2 മിനിറ്റ് കൂടുതൽ ഇപ്രാവശ്യം വേണ്ടി വരുന്നുണ്ട്. VVPAT അടക്കമുള്ള സംവിധാനങ്ങളിൽ ചില സ്വാഭാവികമായിട്ടും അത് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വലിയ ക്യൂകൾ ഇപ്പോൾ വരുന്നത്. ഏതായാലും നമ്മുടെ പ്രതിനിധികളിലേക്ക് പോകാം. കാരണം നമ്മളെക്കാളും കൂടുതൽ കൃത്യമായിട്ട് അറിയാവുന്നത് അവർക്ക് തന്നെയാണ്. ഓരോ മണ്ഡലങ്ങളിലും ഓരോ ബൂത്തുകളിലും സന്ദർശിച്ച ശേഷമാണ് അവർ നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നതും. സനോജാണ് ചേരുന്നത്. സനോജ്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയൊക്കെ സനോജ് പോയി? നിലവിലെ രീതി അനുസരിച്ച് എത്ര ശതമാനം പോളിംഗ് ആണ് സനോജ്? ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ളതാണ് നമ്മൾ കാണിച്ചത്. അനൗദ്യോഗികമായിട്ട് സനോജ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ്? എവിടെയാണ് ഏറ്റവും കൂടുതൽ, എവിടെയാണ് ഏറ്റവും കുറവ്? വിശദാംശങ്ങൾ. ഗോവി, നിലവിൽ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ 138, 137, 139, 140 എന്ന ബൂത്തുകളിലാണ്. ഇപ്പോൾ ഇവിടെ നീണ്ട നിരയാണ് വോട്ട് ചെയ്യാൻ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്ന ഔദ്യോഗികമായി 5 മണിക്ക് നമുക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 65.98% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ച കണക്ക്. 2 മണിക്കും 3 മണിക്കും ഇടയിൽ 8% പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 3 മണിക്കും 4 മണിക്കും ഇടയിൽ 7% പേർ വോട്ട് രേഖപ്പെടുത്തി. 4 മണിക്കും 5 മണിക്കും ഇടയിൽ അത് 6% പേരായി കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പല ബൂത്തുകളിലും, മണ്ഡലത്തിലെ പല ബൂത്തുകളിലും ഇപ്പോഴും നീണ്ട ക്യൂ തന്നെ കാണാൻ കഴിയും. രാവിലെ 25ഓളം, അതായത് കോഴിക്കോട് മണ്ഡലത്തിലെ 25ഓളം ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് വൈകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പല ബൂത്തുകളിലും ഇപ്പോഴും നീണ്ട ക്യൂ ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തീരദേശ മേഖലയിലാണ്, വെള്ളയിൽ എന്ന് പറയപ്പെടുന്ന പ്രദേശം തീരദേശ മേഖലയിലാണ്. ആ തീരദേശ മേഖലയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അരമണിക്കൂറും 45 മിനിറ്റും 1 മണിക്കൂറുമൊക്കെ സമയം എടുത്ത ശേഷം മാത്രമാണ് അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നത്. അത്രമേൽ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 6 മണി വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള സമയം. 6 മണിക്ക് ശേഷം ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും ടോക്കൺ കൊടുക്കുകയും അതുപ്രകാരം ആ ക്യൂവിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാത്രമാവും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുക. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നമുക്കൊപ്പം ഒരാൾ ചേരുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് തന്നെ ചോദിക്കാം, എത്രത്തോളം സമയം ക്യൂവിൽ നിന്ന ശേഷമാണ് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞത്? 1.5 മണിക്കൂറോളം കാത്തു നിന്നിട്ടാണ് വോട്ട് ചെയ്യാൻ പറ്റിയത്. വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിരുന്നു. ആ കുട്ടീനെ എടുത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി. ഇനി ഭാര്യ വോട്ട് ചെയ്യാൻ ഭാര്യ എത്ര നേരമായിട്ട് ലൈനിൽ നിൽക്കുകയാണ്? 1 മണിക്കൂറായി. 1 മണിക്കൂറായി. ഈ എല്ലാ ഇവിടുത്തെ 4 ബൂത്തുകളുണ്ട്. 4 ബൂത്തുകളിലും ഈ സാഹചര്യം തന്നെയാണോ? അതെ, ഫുള്ളും ഭയങ്കര തിരക്കാണ് മൊത്തത്തിൽ. ഗോപി, ഇദ്ദേഹം കൈക്കുഞ്ഞിനെയുമായി വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തുനിന്ന് 45 മിനിറ്റോളം കാത്തുനിന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. 1 മണിക്കൂറോളമായി അവർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഈ 4 ബൂത്തുകളിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത്. അതായത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വെള്ളയിൽ, തീരദേശ മേഖല ഉൾപ്പെടുന്ന വെള്ളയിൽ പ്രദേശത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ 4 ബൂത്തുകളിലും സമാനമായ സാഹചര്യം. ഇനിയും ഏകദേശം 20 മിനിറ്റോട് മാത്രമാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാനുള്ള സമയം. പക്ഷേ അത് കഴിഞ്ഞാലും ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയില്ല. കാരണം ഇപ്പോഴും വലിയ ക്യൂ അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ അവസാന ലൈനിൽ നിൽക്കുന്ന ആളിനും ടോക്കൺ കൊടുത്ത ശേഷം അവരെയും വോട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള അവസരമൊരുക്കിയ ശേഷം മാത്രമായിരിക്കും ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. അതിനുവേണ്ടിയുള്ള ടോക്കൺ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പോളിംഗ് ശതമാനം കോഴിക്കോട് മണ്ഡലത്തിൽ ഉയരാൻ തന്നെയാണ് സാധ്യത. ശക്തമായ പോരാട്ടമായിരുന്നു കോഴിക്കോട് മണ്ഡലത്തിൽ നടന്നിരുന്നത്. പ്രധാനമായും സിറ്റിംഗ് എംപിയും സിറ്റിംഗ് MLAയും തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഒപ്പം BJPയും ശക്തമായ സാന്നിധ്യം
സാന്നിധ്യവുമായി മത്സരരംഗത്തുണ്ടായിരുന്നു. എന്നാലും ഇടതുപക്ഷവും UDF-ഉം തമ്മിലായിരുന്നു പ്രധാന മത്സരം. ആ പോരാട്ടത്തിൻ്റെ പാതയിലൊക്കെ തന്നെ ശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് തലത്തിൽ നിന്നും പ്രവർത്തകരെ വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ദൗത്യമുണ്ടായിരുന്നു. മാത്രമല്ല വിദേശത്തു നിന്ന് പോലും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ നാട്ടിലെത്തിച്ച് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വാശിയേറിയ ഒരു പ്രചരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു വീറും വാശിയും തന്നെയാണ് ഇപ്പോൾ വോട്ടെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗോപി, തീർച്ചയായും സനോജ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ സനോജ് കാണുകയാണെങ്കിൽ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ ഓരോരുത്തരും അരമണിക്കൂർ വീതം നിന്നിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യൂവിൻ്റെ ഏറ്റവും ബാക്കിലുള്ളവർ വോട്ട് ചെയ്യാൻ ഏതായാലും 6 മണിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സനോജ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 6 മണിക്ക് ശേഷവും അവിടെ വോട്ടിംഗ് പ്രക്രിയ തുടരും. അത് കോഴിക്കോട്ട് മാത്രം കാര്യമല്ല. അപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് പോയപ്പോൾ ശ്രീനാഥ് നമുക്ക് കാണിച്ചു തന്ന പോലെ തന്നെ അവിടെ പ്രകാശ് കാണിച്ചു തന്ന പോലെ തന്നെ അവിടെ 2 മണിക്കൂറോളമായി ആൾക്കാർ 1 മണിക്കൂറോളമായി ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും 6 മണിക്ക് ശേഷവും ഈ വോട്ടിംഗ് പ്രക്രിയ തുടരും. പല ബൂത്തുകളിലും 6 മണിക്ക് ശേഷം വോട്ടിംഗ് തുടരാൻ വേണ്ടിയിട്ട് 6 മണി വരെ നിൽക്കുന്നവർക്ക് ടോക്കൺ കൊടുക്കാനുള്ള നടപടികളും ആയിട്ടുണ്ട്. അതിനിടെ സംഭവിച്ചൊരു കാര്യം, കേരളത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങളിലെ പിഴവുകൾ സംബന്ധിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മനു അഭിഷേക് സിംഗി, കപിൽ സിബൽ, ജയറാം രമേശ് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ഉണ്ണി, എന്താണ് പുതിയ അപ്ഡേഷൻ? ഗോപി, അതായത് കേരളത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്യമായി വോട്ട് പതിയുന്നില്ല എന്ന പരാതി ഉന്നയിച്ച ആളെക്കെതിരെ നിയമ നടപടിയും അറസ്റ്റുമൊക്കെ ഉണ്ടായ സംഭവത്തിലാണ് പ്രധാനമായും കോൺഗ്രസ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നത്. മനു അഭിഷേക് സിംഗ്വി, കപിൽ സിബൽ, ജയറാം രമേശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രതിനിധി സംഘമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളുമായി ഉയർന്ന പരാതി, അതിനെ ചോദ്യം ചെയ്തതും അത് ശ്രദ്ധയിൽപ്പെടുത്തിയ ആൾക്കെതിരെ നടപടി സ്വീകരിച്ചത് അനുചിതമാണ് എന്ന കാര്യം കോൺഗ്രസ് അറിയിക്കുമെന്നാണ് നേതാക്കൾ നൽകിയിരിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അധികം റോഡ് ഷോ നടത്തിയിരുന്നു. അത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച വേളയിൽ വോട്ടിംഗ് നടക്കുന്ന ദിവസം അങ്ങനെ ഒരു റോഡ് ഷോ നടത്തി വോട്ട് ചെയ്യാൻ എത്തിയ പ്രധാനമന്ത്രിയുടെ നടപടിക്കെതിരെ ചട്ടലംഘനത്തിന് കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യോമസേനയെ മോഡിയുടെ വ്യോമസേന എന്ന് BJP അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞിരുന്നു. ആ വിഷയത്തിലും ചട്ടലംഘനത്തിന് നടപടി ആവശ്യപ്പെട്ടും കോൺഗ്രസ് പ്രതിനിധി സംഘം. ശരി, ഉണ്ണിയാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇത് നേരത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞ കാര്യമായിരുന്നു. പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ ശക്തമായ വിമർശനവുമായി രമേശ് ചെന്നിത്തലയും ഇവിടെ രംഗത്തെത്തിയിരുന്നു. പരാതി ഉന്നയിച്ച വ്യക്തിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല, അനുചിതമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ശരിയല്ല എന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിരുന്നു. പക്ഷേ ഇത് VVPAT-ൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് ആ ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിയമ നടപടിയിലേക്ക് പോകും എന്നുള്ളത് നിയമമാണ് എന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസറും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അത് സംബന്ധിച്ച് കൂടുതൽ ക്ലാരിറ്റി ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞു. ആരോപണങ്ങളിൽ നിന്നും തിരിച്ച് നമുക്ക് ശതമാന കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും 64% മുകളിലേക്ക് കടക്കുന്നു കാര്യങ്ങൾ എന്നാണ്. ഓരോ മുക്കിലും മൂലയിലും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അതാത് സമയത്തുള്ള വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ സമയത്ത് മാറിക്കൊണ്ടിരിക്കും. എന്നാലും ഈ സമയത്ത് നമ്മൾ ഓരോ ഫീൽഡിലും ഡിപ്ലോയ് ചെയ്തിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടർമാരാണ് ഇവരെല്ലാവരും. സ്വാഭാവികമായും എല്ലാ മണ്ഡലങ്ങളിലും രാവിലെ കിരണാണെങ്കിൽ തന്നെ രാവിലെ ഒരു മേഖല, തിരുവനന്തപുരത്തിൻ്റെ തീരമേഖലയിൽ എല്ലാ ബൂത്തുകളും സന്ദർശിക്കുക. എന്നിട്ട് അവിടെ എന്താണ് കാണുന്നത് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഗരമേഖലകൾ, തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലയിൽ, അങ്ങനെ ഈ റിപ്പോർട്ടർമാർ ഓരോരുത്തരും ഓരോ മണിക്കൂറുകൾ ഇടവിട്ട് ഓരോ ബൂത്തുകൾ സന്ദർശിക്കുകയും അതിനുശേഷം ഒരു ബൂത്തിൽ നിന്നും അത്രയും സമയം കണ്ടതെന്താണോ അതിൻ്റെ റിപ്പോർട്ടുകളുമാണ് വ്യക്തമായി തന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല ശതമാന കണക്കുകളും, കഴിഞ്ഞ തവണ ഉണ്ടായ ശതമാനം, അതിൻ്റെ താരതമ്യം ഈ തവണ ഉണ്ടായത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ തവണത്തെക്കാൾ ശതമാനം കൂടുക തന്നെ ചെയ്യും. ശക്തമായ പോളിംഗ് ആണ്. ആ പോളിംഗിൽ തന്നെ ഓരോരുത്തരും വ്യക്തമായി പറയുന്ന ഒരു കാര്യം കൂടി, സ്ത്രീകളുടെ സാന്നിധ്യം, സ്ത്രീകളുടെ വലിയ നീണ്ട നിര അതിപ്പോഴും പ്രകടമാണ്. യുവാക്കളുടെ പങ്കാളിത്തം, പുതിയ വോട്ടർമാരുടെ വരവ് അത് വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകും, ഇത് ഒരു വലിയ രീതിയിൽ ആൾക്കാർ ഈ ജനാധിപത്യ പ്രക്രിയയോട് നേരത്തെ നമ്മൾ ഷനോജ് നമുക്ക് കാണിച്ചു തന്നതുപോലെ 1 മണിക്കൂറോളം 3/4 മണിക്കൂറോളം കൈക്കുഞ്ഞിനെയും എടുത്ത് വോട്ട് ചെയ്യാൻ വന്നവർ, അങ്ങനെ നിരവധി പേർ അത്തരത്തിൽ എങ്ങനെയും എന്തായാലും വോട്ട് ചെയ്യും, തങ്ങളുടെ ജനാധിപത്യത്തിൽ ഒരു പൗരന്റെ ധർമ്മം നിർവഹിക്കും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് എല്ലാവരും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നീണ്ട ക്യൂ പ്രകടവുമാണ്. എത്ര മണിക്ക് ഈ വോട്ടിംഗ് പ്രക്രിയ തീരുമെന്ന് ഇപ്പോഴും ഉറപ്പുമില്ല. പലയിടത്തും നീണ്ട ക്യൂ ഇപ്പോഴും ഉണ്ട്. ഏതായാലും നമുക്കിനി മലപ്പുറത്തേക്കാണ് പോകേണ്ടത്. മലപ്പുറത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് കുറച്ച് സമയമായി. മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളുടെ വിവരങ്ങളുമായി അനുമോദ് ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും മലപ്പുറം പൊന്നാനി നമ്മുടെ വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് വയനാടാണ്.
ക്ഷമിക്കണം, വയനാടാണ് ഏറ്റവും കൂടുതൽ ശതമാനം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വടകരയിൽ ഏറ്റവും വലിയ ശതമാനം രേഖപ്പെടുത്തി. താരതമ്യേന വയനാടും വടകരയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വയനാടിനോട് അടുത്ത് നിൽക്കുന്ന മണ്ഡലം തന്നെയാണ് മലപ്പുറം, പൊന്നാനി. പക്ഷേ അത്ര ശതമാനമില്ല. പക്ഷേ അത് മലപ്പുറത്തിൻ്റെ പതിവ് രീതി അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ അനുമോദ് പറയും. അനുമോദ്, ഒടുവിൽ മനസ്സിലാക്കുന്ന ശതമാന കണക്കുകൾ എത്രയാണ്? മാത്രമല്ല, ഇപ്പോൾ പലയിടത്തും വടക്കൻ കേരളത്തിൽ കോഴിക്കോട് നമ്മൾ കണ്ടു, തിരുവനന്തപുരത്ത് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കണ്ടു, കൊച്ചി നമ്മൾ കണ്ടു. അവിടെയൊക്കെ ഇപ്പോഴും വലിയ നീണ്ട നിര തന്നെ ഉണ്ട്. കോഴിക്കോടാണെങ്കിൽ പോളിംഗ് ബൂത്തിൽ, ഷനോജ് എന്ന ബൂത്തിൽ ടോക്കൺ കൊടുക്കാനുള്ള നടപടികൾ, 6 മണിക്ക് ശേഷം നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള ടോക്കൺ കൊടുക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. എവിടെയാണ് അനുമോദുള്ളത്? എന്താണ് അവിടുത്തെ വിവരങ്ങൾ? ടോബി, ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരത്തിലാണ്. നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച്, അതായത് ഏറ്റവും അവസാനമായി PRDയിൽ നിന്ന് ലഭ്യമായ വിവരമനുസരിച്ച് മലപ്പുറത്ത് 69% പോളിംഗ് നടത്തിയിട്ടുണ്ട്. ഇതിൽ പൊന്നാനി മണ്ഡലത്തിൽ 66%. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നമുക്ക് നിയോജക മണ്ഡലത്തിൻ്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ കൊണ്ടോട്ടിയിൽ 70%, മഞ്ചേരിയിൽ 69%, പെരിന്തൽമണ്ണയിൽ 68%, മങ്കടയിൽ 68%, മലപ്പുറത്ത് 69%, വേങ്ങരയിൽ 65%, വള്ളിക്കുന്നിൽ 70% പോളിംഗ് രേഖപ്പെടുത്തി. അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഏകദേശം ഒരു കണക്കിലേക്ക് എത്തുന്ന തരത്തിലാണ് മലപ്പുറം മണ്ഡലത്തിലെ പോളിംഗ് നിരക്ക് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ തവണ 72% താഴെയായിരുന്നു. ഇപ്പോൾ 5:43 ആയിരിക്കുന്ന സമയം. ഇതുവരെ ലഭിച്ച കണക്കനുസരിച്ച് ഏകദേശം 70% പോളിംഗ് ആയിട്ടുണ്ട്. എന്താണെങ്കിലും 75% താഴെയായിരിക്കും പോളിംഗിൻ്റെ സ്ഥിതി എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് അനുമാനിക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരത്തിലെ സെൻറ് ജോമസ് സ്കൂളിന് മുമ്പിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ വരിയൊന്നും ഇവിടെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വലിയ വരിയൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ മലപ്പുറത്തിൽ പല ഭാഗത്തും, പ്രത്യേകിച്ച് പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയുടെ തീരദേശ മേഖലയിലേക്ക് വലിയ വരി തന്നെ രൂപം കൊണ്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനി പൊന്നാനി മണ്ഡലത്തിലെ പോളിംഗിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയിൽ ഇതുവരെ 66% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഔദ്യോഗികമായിട്ട് അറിയാൻ സാധിക്കുന്ന വിവരം. ഇതിൽ തന്നെ അതിൽ നിയോജക മണ്ഡലത്തിൻ്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ തിരൂരങ്ങാടിയിൽ 66, താനൂരിൽ 65, തിരൂരിൽ 66, കോട്ടയ്ക്കൽ 68, താവനൂർ 64, പൊന്നാനിയിൽ 63, തൃത്താലയിൽ 67. ഇങ്ങനെയാണ് ലഭ്യമായ വിവരങ്ങൾ. ഇതൊക്കെ തന്നെ മലപ്പുറവും പൊന്നാനിയും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും കുറച്ച് പോളിംഗ് നടന്ന 2 മണ്ഡലങ്ങളായിട്ട് വേണം കണക്കാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ചും പൊന്നാനിയെ സംബന്ധിച്ച് ഇതൊരു സാധാരണ കണക്ക് മാത്രമാണ്. മുൻപ് വർഷങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ തന്നെയാണ് മലപ്പുറത്തെയും പൊന്നാനിയിലും പോളിംഗ് പുരോഗമിക്കാറുള്ളത്. വലിയ തോതിലുള്ള പോളിംഗ്, അതായത് 75% മുകളിലേക്കോ അത്തരത്തിലുള്ള പോളിംഗ് ഒന്നും ഈ 2 മണ്ഡലങ്ങളിലും കഴിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തിരക്കൽപ്പം കുറവാണെങ്കിലും മലപ്പുറം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ വരി രൂപം കൊണ്ട ബൂത്തുകളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ സാധിക്കും. പൊന്നാനിയിലും സമാനമായ സാഹചര്യമുണ്ട്. പൊന്നാനിയിൽ തീരദേശ മേഖലയിൽ പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വരികൾ ബൂത്തുകൾക്ക് മുമ്പിൽ രൂപം കൊണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കണക്കുകൾ, അതായത് ഒരുപക്ഷെ മലപ്പുറത്തിൻ്റെ കണക്കിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ പോളിംഗ് ശതമാനമുള്ള തെരഞ്ഞെടുപ്പായിരിക്കാം ഇത്. എന്താണ് അത് എത്രയായിരിക്കും എന്നറിയാൻ നമുക്ക് അല്പസമയം ഇവിടെ കാത്തിരിക്കേണ്ടതുണ്ട്. എത്ര മണിക്ക് ഈ പോളിംഗ് അവസാനിക്കുമെന്ന കാര്യത്തിലേക്കൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് സമയം കഴിഞ്ഞാൽ മാത്രമേ കടക്കാനാകുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം മലപ്പുറത്തിൻ്റെ തീരദേശ മേഖലകളിൽ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്, നല്ലപോലെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോളിംഗ് ബൂത്തുകൾക്ക് മുമ്പിൽ വലിയ വരി രൂപം കൊണ്ടിട്ടുണ്ട്. അതേപോലെ മലപ്പുറത്തിൻ്റെ പല മേഖലകളിലും, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തിരക്ക് കുറവാണെങ്കിലും മറ്റ് പല മേഖലകളിലും വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ബൂത്തുകളുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും മലപ്പുറത്തിന്റെ ഒരു പോളിംഗ് ശൈലി അനുസരിച്ച് ഈ മണിക്കൂറുകളിൽ ഇത്രയൊക്കെ തന്നെ രേഖപ്പെടുത്താറുള്ളൂ. പക്ഷേ ഈ മണിക്കൂറിൽ ഇത്രയൊക്കെ തന്നെ രേഖപ്പെടുത്തുന്ന ഇടങ്ങളിൽ, അതിപ്പോൾ തിരുവനന്തപുരം ആവട്ടെ, പത്തനംതിട്ടയാവട്ടെ, ആറ്റിങ്ങലാവട്ടെ, ഈ അത്തരം സ്ഥലങ്ങളിൽ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരുപാട് എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചധികം ശതമാനം കൂടുതലുണ്ട്. അതായത് അസാധാരണമായ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് തോന്നിയ ഇടങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതലുണ്ട്. വയനാട്ടിലുണ്ട്, കണ്ണൂരുണ്ട്, അവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഈ മലപ്പുറത്ത് അസാധാരണമായി ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ നമുക്കറിയില്ല. എന്നിരുന്നാൽ തന്നെയും മലപ്പുറം സ്ഥിരം കാണിക്കുന്ന പാറ്റേൺ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ പ്രാവശ്യം കൂടും എന്ന് മനസ്സിലാക്കുന്നു. കാരണം പൊന്നാനി അടക്കമുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേരത്തോടു കൂടി വലിയ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണക്കുകളിൽ നിന്നും കുറച്ചുകൂടി കണക്കുകൾ കൂടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ശതമാന കണക്കിലേക്ക് പോകാം. ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് 70% കഴിഞ്ഞു കേരളത്തിലെ പോളിംഗ് ശതമാനം. 70 പിന്നിട്ടു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. 70 ഈ മണിക്കൂറിൽ പിന്നിടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയ ശതമാനത്തിലേക്ക് പോകും എന്നതിൻ്റെ സൂചനയാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം 74.2 ആയിരുന്നു. 74.2% രേഖപ്പെടുത്തിയത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് 77.8. എല്ലാ പ്രാവശ്യവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശതമാനം കുറയുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശതമാനം കൂടുകയുമാണ് ഉണ്ടാവാറ്. ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ ശതമാനം രേഖപ്പെടുത്തുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ
അതിലെന്തോ അടിയൊഴുക്കുണ്ട്, എന്തോ തരംഗമുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു വേവ് ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടാം. കാരണം അങ്ങനെയായിരുന്നു മുൻകാല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ വേവ് ആർക്ക് അനുകൂലമാണ് എന്നൊന്നും വിലയിരുത്താൻ നമുക്ക് കഴിയില്ല. എന്നാലും ജനം എന്തോ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇതിപ്പോൾ ഒരു 74 മുകളിൽ പോയി ഒരു 77 അടുത്തോ 77 മുകളിലോ പോയാൽ നമുക്ക് വ്യക്തമായി ഓരോന്നിലേക്കും വരാം. 68% എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞ് 6 മണിയോടാവുന്നു. 6 മണിക്ക് ശേഷവും തെരഞ്ഞെടുപ്പ് തുടരാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ കിരണൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ തീരമേഖലയിലാകട്ടെ വളരെ നീണ്ട ക്യൂ ഉണ്ട്. അത് 6 മണി കഴിഞ്ഞു പോകും. എന്നിരുന്നാൽ തന്നെയും തിരുവനന്തപുരത്ത് കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പേ 68% കാണിക്കുന്നത്. തിരുവനന്തപുരത്ത് 68 എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം മൊത്തം കാണിച്ച കണക്കിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആ കണക്കിനോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് 6 മണിക്ക് ശേഷം, അതായത് മൊത്തം ശതമാനം കാണിച്ചതിനേക്കാൾ ശതമാനം 5 മണിയായപ്പോൾ തന്നെ ആയി. അപ്പോൾ അത് 70 മുകളിൽ പോവാം, ചിലപ്പോൾ 75-ലേക്കും വരും മണിക്കൂറുകൾ. തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നു. ത്രികോണ മത്സരം ശക്തമായ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ മുൻപ് സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ വലിയ തോതിൽ പോളിംഗ് നടക്കുന്നു എന്ന് വ്യക്തം. അത് തിരുവനന്തപുരത്തിന്റെ ഈ മണിക്കൂറിൽ തന്നെ തിരുവനന്തപുരത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ശതമാനം പിന്നിട്ട് കഴിഞ്ഞു. ആറ്റിങ്ങലും ആറ്റിങ്ങലും ഈ മണിക്കൂറിൽ തന്നെ ആറ്റിങ്ങലിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ശതമാനം, കഴിഞ്ഞ പ്രാവശ്യം 70 താഴെയായിരുന്നു ആറ്റിങ്ങലിനുണ്ടായിരുന്നത് മൊത്തം പോളിംഗ്. പക്ഷേ ഈ പ്രാവശ്യം വൈകുന്നേരം 5 മണിയാകുമ്പോൾ തന്നെ അത് പിന്നിട്ട് കഴിഞ്ഞു. 69.53%. ആറ്റിങ്ങലും വളരെ ശക്തമായ മത്സരം നടക്കുന്നു എന്ന് വ്യക്തം. തിരുവനന്തപുരവും ആറ്റിങ്ങലും സ്വാഭാവികമായിട്ടും വലിയ മത്സരം. കൊല്ലം കുറച്ചുകൂടി ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുന്ന ഇടമാണ്. എന്നിരുന്നാൽ തന്നെയും കൊല്ലം ഇപ്പോൾ 68.66. കൊല്ലത്തിന്റെ ഇതുവരെയുള്ള ഇത് നോക്കുക വെച്ചാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ നല്ല രീതിയിൽ പോൾ ചെയ്തു. ഉച്ചയ്ക്ക് ഒരു ചെറിയ മന്ദത, അതിനുശേഷം ഇപ്പോൾ ആ കണക്കുകളിൽ കൊല്ലം കയറി വരുന്നു. പത്തനംതിട്ട എടുത്തു പറയേണ്ടത് 69%. നമ്മൾ 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഈ പരിശോധിച്ചാണ്. നമ്മൾ അതിലേക്ക് വരാം. ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ പരാതി കൊടുത്ത ശേഷം കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങൾ കാണുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് മെഷീനുകളുടെ കംപ്ലൈന്റിനെ കുറിച്ച് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്കെതിരെ കേസെടുക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ പോയിരുന്നു. അതിനുശേഷമുള്ള പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. दोस्तों, मैं अपने मित्रों के साथ हमारा डेलीगेशन अभी निकला है चुनाव आयोग से। 2 अत्यंत महत्वपूर्ण और उनमें भी एक विशेष रूप से महत्वपूर्ण हमने याचनाएं रखी हैं। देखिए, माननीय प्रधानमंत्री इस देश के सबसे उच्च स्तरीय कार्यकारिणी के पद पे पदासीन हैं। जितना बड़ा पद होता है उतनी बड़ी जिम्मेवारी होती है। यहाँ हमने चुनाव आयोग को बताया कि अत्यंत दुर्भाग्यपूर्ण और दुखद प्रसंग है कि उत्तरदायित्व और कर्तव्य बढ़ने के बजाय माननीय प्रधानमंत्री हर चीज़ को तीसरी या चौथी बार, मैं दोहरा रहा हूँ, तीसरी या चौथी बार जानबूझकर आदर्श संहिता का ज़बरदस्त रूप से, मैं तो कहूँगा बेशर्म रूप से उल्लंघन कर रहे हैं। रोचक प्रसंग ये है कि हमारी भविष्यवाणी को अपने गैरकानूनी काम से प्रधानमंत्री ने सिद्ध कर दिया है, प्रमाणित कर दिया है। कल रात को 10:30 बजे हमने लिखित रूप से कंप्लेंट की कि प्रधानमंत्री जी हमेशा, मैं कल रात की बात कर रहा हूँ, ध्यान रहे, कि जब भी वोट करते हैं, वोट के बाद आदर्श संहिता का उल्लंघन करते हुए एक जुलूस निकालते हैं। हमने उस कल रात वाली चिट्ठी में लिखित दिया कि उन्होंने यही प्रक्रिया अपनाई थी 2014 के संसदीय चुनाव में, 2017 के असेंबली चुनाव में। अब ज़बरदस्त बात यह है, भविष्यवाणी हमारी प्रमाणित ऐसे हुई कि आज उनके चुनाव के बाद अपने वोट को दिखाकर इतने लंबे जुलूस में निकले, वो भाषण दिए, राजनीतिक वक्तव्य दिए तुरंत वोट के बाद। इससे ज़्यादा घोर, बड़ा स्पष्ट, पारदर्शी उल्लंघन आदर्श संहिता का कभी नहीं हुआ। और मैं समझता हूँ किसी प्रधानमंत्री ने इस देश में तीसरी बार एक ही चीज़, एक ही तौर तरीके से बारंबार, तो हमने इसलिए बताया चुनाव आयोग को कि ही इज़ ए हैबिचुअल, एग्रीजियस, completely uncaring offender. He doesn't care for the election commission. And the Prime Minister of this country does not fall under the 9th schedule. He has no immunity from electoral laws when he is campaigning. It is very distressing and sad. The very credibility, the very stature of the independent policeman of elections is at stake.
The Election Commission, we said it is no point taking 10 days, 5 days before responding. We showed the Election Commission a video of the Prime Minister campaigning और हमने ये निवेदन किया कि तुरंत घंटों में, दिनों में नहीं, हफ्तों में नहीं, घंटों में प्रतिबंध हो प्रधानमंत्री में। हमारे पुराने याचना जो कि मानी है एक आदेश में चुनाव आयोग ने, आगे भविष्य के लिए भी उनके ऊपर 48 या 72 घंटे का प्रतिबंध होना चाहिए। ये बहुत हो गया है। पिछली बार हमने याद दिलाया कि 9 तारीख के उनके नांदेड़ के वक्तव्यों के बाद हमने 12 तारीख को पूरा पारदर्शी प्रमाण उनको दिया है चुनाव आयोग को। आज 12 तारीख को 11 दिन हो गए। चुनाव 45 दिन का है, उसमें 11 दिन निकाल देना और आज तक चुनाव आयोग ने एक शब्द नहीं कहा उसके विषय में, जबकि उसी चीज़ के लिए, उसी 9 अप्रैल के लिए मेरठ में जो मिस्टर बिष्ट ने किया, उसके लिए चुनाव आयोग ने उनको दंडित किया है, 72 घंटे से वंचित रखा है कैंपेन में। तो ये दोहरे मापदंड नहीं हो सकते, डबल स्टैंडर्ड्स कभी नहीं होते कानून में, और ये अत्यंत आवश्यक है कि तुरंत प्रधानमंत्री को इसके ज़रिए संदेश जाए कि इस देश में कानून सर्वोच्च है। आप कितने भी बड़े पद पे हैं, कानून आपके ऊपर है। संक्षेप में दोस्तों, दूसरा हमारी याचना थी, दोनों इस देश के सबसे 2 पदों पे पदासीन उच्च स्तर के लोग हैं। एक प्रधानमंत्री का जिक्र मैंने आपको किया, दूसरा सत्तारूढ़ पार्टी के अध्यक्ष। कुछ लोगों ने कहा है कि ये 1.5 लोग इस देश के सबसे बड़े शासक हैं। कभी कभी ये 1.5 लोग 2.5 लोग बन जाते हैं। बात यह है कि कल आपके समक्ष हम 11 उल्लंघन लेके आए थे हमारे सेना के सभी अंगों को सस्ती राजनीति में घसीटने की प्रक्रिया। हमने आपको उदाहरण दिए, बार बार मोदी जी ने और सत्तारूढ़ पार्टी के अध्यक्ष ने, ये मैंने कल चुनाव आयोग को लिखित दिए हैं, फोटोज़ दिखाई हैं। चुनाव आयोग का अनुच्छेद 126 में नहीं सिर्फ, लेकिन उनके नियमों में ये प्रतिबंध है कि वो किसी रूप से ये अनुमति नहीं देते कि आप सेना के अंगों को इस प्रकार से घसीटें चुनाव के अभियान में। उसके बावजूद कृष्णानगर पश्चिम बंगाल में कल शाम को जब हम यही चुनौती लेके आए थे चुनाव आयोग कभी लगभग उसी वक्त, कल हम 6 बजे आए, उसके थोड़ा पहले की बात है। ആവർത്തിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്നു. കോൺഗ്രസിന്റെ പ്രധാന ആരോപണം അതാണ്. അത് സംബന്ധിച്ചുള്ള പരാതിയാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിൽ വോട്ട് ചെയ്യാൻ പോയപ്പോൾ റോഡ് ഷോ നടത്തി, അതിനുശേഷം അദ്ദേഹം നടത്തിയ മാധ്യമങ്ങളോട് നടത്തിയ പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെയാണ് കോൺഗ്രസ് ആയുധമാക്കുന്നതും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക്, നിയമങ്ങൾക്ക് അതീതനല്ല പ്രധാനമന്ത്രി എന്നാണ് പുറത്തിറങ്ങിയതിനു ശേഷം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ മണിക്കൂറിൽ നമുക്ക് മനസ്സിലാവുന്നത് 70% മുകളിലേക്ക് കേരളത്തിന്റെ വോട്ടിംഗ് പോകുന്നു. അന്യ സംസ്ഥാനങ്ങളിലും ശക്തമായ പോളിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 6 മണി വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച സമയം. പക്ഷേ 6 മണിക്കൊന്നും പോളിംഗ് തീരുമെന്ന് തോന്നുന്നില്ല. പല സ്ഥലത്തും നീണ്ട ക്യൂ ഇപ്പോഴുമുണ്ട്. ബാക്കിയുള്ളവർക്ക് ടോക്കൺ കൊടുക്കുകയും തുടരുകയുമാണ് ചെയ്യുക. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ അതിന്റെ വിശദാംശങ്ങൾ രഞ്ജിത്ത് പറയുന്നതായിരിക്കും. രഞ്ജിത്ത്, കേരളം മുഴുവൻ ബൂത്തിലേക്ക് ഒഴുകിയെത്തിയാണ്. രാവിലെ തൊട്ട് ഇവിടെ നിൽക്കുന്ന നമ്മളൊഴികെ ബാക്കി നാട്ടിലെ എല്ലാവരും വോട്ട് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ രാവിലെ വിചാരിച്ചത് ഉച്ചയ്ക്ക് ശേഷമുള്ള കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ട് രാവിലെ എല്ലാവരും വന്ന് വോട്ട് ചെയ്തങ്ങ് മടങ്ങുമെന്നായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷവും സമാനമായ രീതിയിലുള്ള അതേ ക്യൂ തന്നെ കാണപ്പെടുന്നു. 3 മുന്നണികളും നടത്തിയ വളരെ പ്രചണ്ഡമായ പ്രചരണത്തിന്റെ ഫലമാണ് എന്ന് തന്നെ കരുതാം. നമുക്ക് 23 വരെ കാത്തിരിക്കേണ്ടി വരും അതിന്റെ കൃത്യമായ റിസൾട്ട് ഇത് ആർക്ക് അനുകൂലമാകുമെന്നറിയാം. ഏതായാലും നമുക്ക് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ ഒഴുകിയെത്തുകയാണ്. ഈ മണിക്കൂർ വരെ 70% കടന്നു കഴിഞ്ഞു ആവറേജ് പോളിംഗ് കേരളത്തിലെ. പക്ഷേ അതിനുമപ്പുറം 75 കടന്ന വയനാടും 76 കടന്ന കണ്ണൂരുമൊക്കെ കേരളത്തിന്റെ പോളിംഗ് ശതമാനത്തിന്റെ വലിയ ഒരു കണക്കൂട്ടിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ഏറ്റവും വ്യക്തമായ സൂചനകൾ നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ വടക്കൻ കേരളത്തിൽ വാശിയേറിയ മത്സരം നടന്ന സ്ഥലങ്ങളാണ്. ഒപ്പം തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരവും പത്തനംതിട്ടയും ആറ്റിങ്ങലുമൊക്കെ 65-ൽ ഒതുങ്ങിയിരുന്ന 2014 ഒതുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ 68-ലേക്കും 70-ലേക്കും കുതിക്കുന്ന കാഴ്ച കാണുമ്പോൾ കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ട്? 3 മുന്നണികളും നടത്തിയ ആവേശകരമായ പോരാട്ടത്തിന്റെ അന്ത്യം എന്താകും? ഏതായാലും വരുന്ന 23 വരെ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും ചില ട്രെൻഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയും നമ്മുടെ പ്രതിനിധികൾക്ക്. അവർ അല്പസമയത്തിനകം ചേരും. അതിനു മുൻപ് നമുക്ക് പോളിംഗ് ശതമാനം ഇതുവരെയുള്ള നോക്കാം. ആലപ്പുഴ 72.17%. ഇനിയും സമയമുണ്ട്. ഇനിയും സമയമല്ല, ഇനിയും വോട്ടർമാർ ക്യൂവിലുണ്ട്.
കോട്ടയം 71.04%, ഇടുക്കി 71% എത്തിയിരിക്കുന്നു. എറണാകുളത്ത് 69.03%, ചാലക്കുടിയിൽ 72.86%. ഇങ്ങനെയാണ് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും പോളിംഗ് ശതമാനം. തൃശൂരിൽ 70.42% പോളിംഗ് ഇതുവരെ എത്തിയിരിക്കുന്നു. പാലക്കാട് 71, ആലത്തൂർ 71, മലപ്പുറം, പൊന്നാനി ഈ 2 സ്ഥലങ്ങളിലാണ് അത്ര വലിയ ഒരു പോളിംഗ് രേഖപ്പെടുത്താത്തത് താരതമ്യേന. പക്ഷെ അവിടെയും പോളിംഗ് ശതമാനത്തിന് കണക്കെടുക്കുമ്പോൾ ഒരുപക്ഷെ അതും കൂടുതലായി വന്നേക്കാം. ഒപ്പം കോഴിക്കോട് 68.69% പോളിംഗ് എത്തിയിരിക്കുന്നു. വടകരയിൽ 69.42%, വയനാട്ടിൽ 73.18 എന്ന കണക്ക് പറയുമ്പോഴും അനൌദ്യോഗികമായി 75 കടന്നു എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അവിടുത്തെ റെക്കോർഡ് പോളിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ. കണ്ണൂരിൽ 75.41% പോളിംഗ് എത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയതും കണ്ണൂർ മണ്ഡലം തന്നെയാണ്. കാസർഗോഡും 71.43 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്തരത്തിൽ വലിയ തോതിൽ പ്രചരണം നടന്ന മണ്ഡലങ്ങളടക്കം, ശക്തമായ പോരാട്ടങ്ങൾ നടന്ന മണ്ഡലങ്ങളടക്കം വലിയ തോതിലുള്ള വോട്ടിംഗ് രേഖപ്പെടുത്തുന്നു. ഇപ്പോഴും ക്യൂ നിറഞ്ഞ വോട്ടർമാർ നിൽക്കുന്ന സാഹചര്യമുണ്ട്. 6 മണി വരെ പോളിംഗ് ബൂത്തിലെത്തിയവർക്ക് സ്ലിപ്പ് നൽകി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നുമുണ്ട്. ഏതായാലും ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരി ഉള്ളത് പാലക്കാട്ട് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിലൊന്നാണ് പ്രസാദ്. ഒപ്പം ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിര ക്യൂവിൽ കാണാം. അല്പം മുമ്പ് ലഭിച്ച ദൃശ്യങ്ങളിൽ ഇത് തുടരുകയാണോ? പോളിംഗ് ശതമാനം നമ്മൾ ഇപ്പോൾ കണക്ക് പറഞ്ഞതിനേക്കാളും ഒക്കെ കൂടി മറ്റൊരു തലത്തിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ടോ പ്രസാദ്? രഞ്ജിത്ത്, ഇപ്പോൾ വോട്ടെടുപ്പ് സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കിണാശ്ശേരി CJB സ്കൂളിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഇവിടെ വോട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. മണിക്കൂറുകളോളമായി ആളുകൾ ഇവിടെ വോട്ട് ചെയ്യുന്നതിനായി ക്യൂ നിൽക്കുന്നു. ഇപ്പോൾ പുറത്തെ ഗേറ്റ് പൂർണ്ണമായും പോലീസ് അടച്ചു കഴിഞ്ഞു. ഇനി ഇവിടെയുള്ളവർക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം മാത്രമാണ് ഉണ്ടാകുക. ഈ രാവിലെ മുതൽ തന്നെ ഈ പാലക്കാട് ജില്ലയിലെ എല്ലാ മേഖലകളിലും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കിണാശ്ശേരി ഉൾപ്പെടെ ഉള്ള നിരവധി സ്ഥലങ്ങളിൽ രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും നീണ്ട നിര ഇവിടെ നമുക്ക് കിണാശ്ശേരി CJB സ്കൂളിൽ കാണാൻ കഴിയും. ഇവിടെ 1400 വോട്ടാണ് ഇവിടെയുള്ളത്, ബൂത്ത് നമ്പർ 176-ൽ. പക്ഷേ 78% വോട്ട് ഇവിടെ രേഖപ്പെടുത്തിയെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇനിയും വോട്ടർമാർ ഉണ്ട്. അത്രയും ഏറെ ആവേശത്തോടു കൂടി തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. കുറേ നേരമായോ? 1 മണിക്കൂർ കഴിഞ്ഞു. ഒരുപാട് നേരം. ഇതാണ് അവസ്ഥ. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ മണിക്കൂറോളമായി ഇവിടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർക്ക് ഇവിടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇനി അവസരമുള്ളത്. 2 ഗേറ്റുകളും, അതായത് ഈ പോളിംഗ് ബൂത്തിന്റെ 2 ഗേറ്റുകളും പോലീസ് പൂർണ്ണമായും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ 5 മണിയിലെ ഔദ്യോഗിക കണക്ക് പ്രകാരം 72.1 ആണ് ഇവിടുത്തെ പാലക്കാട് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലമ്പുഴ, മണ്ണാർക്കാട് മണ്ഡലങ്ങളിലാണ്. മണ്ണാർക്കാട് 74%, മലമ്പുഴയിൽ 73.4%മാണ് പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇത് 5 മണിയിലെ കണക്കാണ്. അവസാന കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. പട്ടാമ്പിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ പാലക്കാട് രേഖപ്പെടുത്തിയ പോളിംഗ് അത് 76.41%. അതിന് ഇപ്പോൾ 73 കടന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്കുള്ളൊരു പോളിംഗിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ വരികളുടെ നീണ്ട നിര, ഈ നീണ്ട വരികൾ സൂചിപ്പിക്കുന്ന അങ്ങനെ തന്നെയല്ലേ 76, 77 അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനകൾ തന്നെയല്ലേ ലഭ്യമാകുന്നത്? ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുക. കാരണം ഓരോ മണിക്കൂറിലും ഏറെക്കുറെ 6 മുതൽ 7% വരെയുള്ള വർധനവ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കണക്ക് 5 മണിയിലേതാണ്. സ്വാഭാവികമായും 5 മണിക്ക് ശേഷം എല്ലാ അവരുടെ മുന്നണികളും പാർട്ടികളും എല്ലാം തന്നെ അവരുടെ എല്ലാ അനുഭാവികളെയും പരമാവധി പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടക്കും. അവരാണ് അത്തരത്തിൽ വലിയ തോതിലുള്ള വോട്ടിംഗ് നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ അവസാനത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം നേരത്തെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന മത്സരത്തിന്റെ വീറും വാശിയും നമുക്ക് ഈ പോളിംഗിലും കാണാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പട്ടാമ്പി ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും 73% മുകളിലായി ഇപ്പോൾ തന്നെ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത്. പട്ടാമ്പിയിൽ മാത്രമാണ് 67% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലമ്പുഴയിലും മണ്ണാർക്കാടുമാണ് ഇപ്പോൾ നിലവിൽ 5 മണിയിലെ പാലക്കാട് ഏറ്റവും പുതിയ കണക്കുകളാണ് നൽകിയത്. പ്രസാദ് ഉടുമ്പശ്ശേരി 73% കടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ 76-നെ മറികടക്കാൻ തീർച്ചയായും സാധിക്കും. കാരണം ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. സംസ്ഥാനത്ത് പോളിംഗ് സമയം അവസാനിച്ചു. അപ്പോഴും പോളിംഗ് ബൂത്തിൽ 6 മണിക്ക് മുമ്പ് എത്തിയ വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകുകയും ഗേറ്റ് അടച്ചുപൂട്ടുകയും ഗേറ്റുള്ള സ്ഥലങ്ങളിൽ ഗേറ്റ് അടച്ചുപൂട്ടുകയും
അവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ, പോളിംഗ് ഉദ്യോഗസ്ഥർ ചെയ്ത സാഹചര്യം. ഇപ്പോഴും നീണ്ട നിര തുടരുന്നു. ഒരുപക്ഷെ 8 മണി 9 മണി വരെ പോളിംഗ് നീളുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ മാറിയേക്കാം.